എല്ലാ വീഡിയോയിലും ഒരേ സ്റ്റെപ്പാണല്ലോ രേണു, വേറെ സ്റ്റെപ്പൊന്നുമില്ല. ഞാൻ വെച്ച് ഡാൻസർ കം പ്ലംബർ കം ഡോക്ടർ കം ആയിരിക്കുമെന്ന്. എല്ലാത്തിലും സെയിം സ്റ്റെപ്പാ. ഇതിൽ ഹൈലൈറ്റ് വേറെ അല്ല കേട്ടാ. ഹൈലൈറ്റ് ഞാൻ കമന്റ് വായിച്ചു തരാം, അപ്പൊ നിങ്ങൾക്ക് പിടികിട്ടും. പിന്നെ ഈ വീഡിയോ ചെയ്യാനുണ്ടായ മെയിൻ റീസൺ ഇതൊന്നുമല്ല. രേണുവിന്റെ ഒരു സങ്കടം പറച്ചില് പുതിയ വീഡിയോ ഇട്ടിട്ടുണ്ട്, സഹതാപം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് അതിലോട്ട് വരാം. ഇതെവിടെയാണ് പരിപാടി? ഫെബ്രുവരി 15 മുതൽ 25 വരെ. അതുവരെ അത് സഹിക്കണം. ഏതോ ഒരു ക്ഷേത്രത്തിൽ എന്തോ ആണെന്ന് തോന്നുന്നു കേട്ടോ. എവിടെയോ ഒരു പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അതിനെ തുടർന്നിട്ടാണ് ഈ ഡാൻസ്. ഇതിന് താഴെ വന്നിട്ടുള്ള കമന്റ്സ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. എന്നിട്ട് നിങ്ങൾ വേണമെങ്കിൽ ആ വീഡിയോ ഒന്നുകൂടി ബാക്ക് അടിച്ച് ശ്രദ്ധിച്ചു നോക്ക്. പാവാട വള്ളി ഞങ്ങൾ മലയാളികൾക്ക് നല്ലത് കണ്ടില്ലേലും കുറവുകൾ കണ്ടുപിടിക്കാൻ ബെസ്റ്റാണ്. ഡാൻസ് ഒക്കെ അടിപൊളി. അതാ പാവാട വള്ളി താഴെ. പാവാട വള്ളി തൂങ്ങിച്ചാകും. എന്താണ് ആൾക്കാർ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്? അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തിരിച്ച് നേരെ പോയിട്ട് ബാക്ക് അടിച്ച വീഡിയോ ഒന്ന് റിവൈൻഡ് അടിച്ച് നോക്ക്. പിന്നെ പാവാട വള്ളി താഴെ ഇട്ടുകൊണ്ട് നടക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാർ കമന്റ് ചെയ്യുന്നു. എന്താ രേണു ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ? അത് പോട്ടെ, എവിടെ അതൊക്കെ ശ്രദ്ധിക്കാൻ സമയം. ഇനി നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട. ഇനി രേണുവിന്റെ ഒരു വീഡിയോ ഞാനൊന്ന് കൊടുക്കാം. രേണു പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഈ കാര്യങ്ങൾ കേട്ടപ്പോൾ സത്യം പറയല്ല, എനിക്ക് ചിരിയാണ് വന്നത്. കാരണം ഇപ്പോൾ റീസെന്റ് രേണു ഒരു ഭയങ്കര നെഗറ്റീവാണ്. നെഗറ്റീവ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മറ്റേ വണ്ടിക്കകത്തിരുന്ന് സീറ്റ് ബെൽറ്റ് എടുത്തിട്ടിട്ട് മാല കാണിക്കുന്നതും അങ്ങനെ വേറെ പല വീഡിയോസ് കാരണം രേണു നല്ല നെഗറ്റീവായി. നെഗറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ പൂരത്തെറി വിളിയായി. പഴയതുപോലെ അത്രയും സപ്പോർട്ട് കിട്ടുന്നില്ല. ഒരു സമയത്ത് വിധവയായത് കൊണ്ടുള്ള ഒരു സപ്പോർട്ട് കിട്ടിയല്ലോ, അതിന്റെ 7 കിട്ടുന്നില്ല. പഴയതുപോലെ ഇവരിടുന്ന വീഡിയോസിന് റീച്ച് ഇല്ല. എന്നാൽ ഇവരെടുത്ത് വെച്ച് മറ്റുള്ളവർ റിയാക്ട് ചെയ്യുമ്പോൾ അവർക്ക് വീണ്ടും വ്യൂവർഷിപ്പ് ഉണ്ടെന്ന് പറയാം. ഇവർക്കാണെങ്കിൽ വ്യൂവർഷിപ്പോ റീച്ചോ കുറഞ്ഞു വരുന്നുണ്ട്, ഇല്ലാണ്ടാകുന്നുണ്ട്. ഇവരുടെ ആൽബംസിനോ ഒരു ഷോർട്ട് ഫിലിമിനോ ഒന്നിനും റീച്ച് ഇല്ലാത്ത അവസ്ഥയിലോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നൈസായിട്ട് ഇപ്പൊ നേരെ കരഞ്ഞുകൊണ്ടങ്ങ് ഒരു വീഡിയോ ഇടുകയാണ്. സഹതാപം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട്, നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട്. 1-ാം തരം പൊറാട്ട് നാടകം. ഇത് കണ്ടിട്ട് അയ്യോ രേണുവൊക്കെ പേടിക്കണ്ട, ഞങ്ങളെല്ലാം തിരിച്ചു വന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പോവുകയാണെങ്കിൽ നിങ്ങൾ വിഡ്ഢികളാവത്തേ ഉള്ളൂ. കാരണം ഒരു സമയത്ത് നാട്ടുകാരെ മൊത്തം മൂഞ്ചിച്ചുകൊണ്ട് വിധവയാണെന്നും തനിക്ക് ആരുമില്ല എന്ന് പറഞ്ഞും കൊണ്ട് പല കോപ്രായങ്ങളും കാട്ടിക്കൂട്ടി. എന്തിന്? അയ്യോ ഞങ്ങൾ അനാഥരാണ്, ഞങ്ങൾ ഗുണ്ടകളല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സെറ്റപ്പിലിരിക്കുകയും ഒരുപാട് പേര് സഹായങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ബിഷപ്പ്, മറുനാടൻ, അതുപോലെ ഫിറോസ് ഭായ്, എല്ലാവരും സംഘടനകളടക്കം ചേർന്ന് വീട് വരെ വെച്ചു കൊടുത്ത് അവസാനം ആ വീടും വസ്തുവൊക്കെ വച്ചു കൊടുത്തവർക്കും വസ്തു കൊടുത്തവർക്കും എതിരെ വരെ വെറും മോശമായ രീതിയിൽ ബിഷപ്പിനെ ബിഷപ്പാമ്പെന്നും അതുപോലെ ഫിറോസിനെ ഫിറോസിക്ക എന്നാണ് ഞാൻ ഇതുവരെ വിളിച്ചത്, നിങ്ങളെ ഞെട്ടിക്കുന്ന ചാറ്റ് എൻ്റെ ഉണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ അങ്ങേര് മോശമാണെന്നുള്ള രീതിയിലൊക്കെ ചിത്രീകരിക്കുന്ന രീതിയിൽ പല പല പേക്കൂത്തുകളും രേണുസുതി കാണിച്ചു കൂട്ടിയിട്ടുണ്ടായി. സത്യം പല്ലിയടിച്ച് അത്രയും അപരാധങ്ങൾ മേൽ അപരാധങ്ങൾ കാണിച്ചു കൂട്ടി, നന്ദി ചെയ്തവരടുത്തെല്ലാം നന്ദി കേട് കാണിച്ച് അങ്ങനെ ഒരു ഹൈപ്പിൽ അങ്ങ് എത്തി. പിന്നെ ബിഗ് ബോസിൽ പോയി, പിന്നെ ഞാനെന്ന ഭാവമായി, ഞാൻ എന്തോ ഒരു സംഭവം എന്ന തോന്നലായി. അങ്ങനെ ഇപ്പൊ നാട്ടുകാരുടെ മൊത്തം പൂര തെറിവിളി കിട്ടാൻ തുടങ്ങി. നീ കാട്ടിക്കൂട്ടിയനാണ് നിനക്കിത് കിട്ടുന്നത് എന്നുള്ള രീതിയിലൊക്കെ ആയി. നാട്ടുകാർ ഒരു തരത്തിലും അംഗീകരിക്കാത്ത ലെവലിലോട്ട് രേണു പോവുകയാണ്. അങ്ങനെ വന്നപ്പോ വീണ്ടും ഒരു സെന്റിമെന്റ് സാധനം, എന്റെ മക്കൾക്ക് വേണ്ടിയിട്ടും, നീ മക്കൾക്ക് വേണ്ടിയിട്ട് എന്നാരും കീരവത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? എന്നെങ്കിലും കീരവത്ത് നീ മക്കൾക്ക് വേണ്ടി എന്ന് പറയുന്നുണ്ടല്ലോ. രായ്ക്ക് രാമായണം വന്നിരുന്ന് സഹതാപം പിടിച്ചു പറ്റാനും ജനങ്ങളുടെ ആ ഒരു കണ്ണിൽ പൊടിയിട്ട് കൊണ്ട് അവരുടെ ആ ഒരു ഇമോഷനെ വലിച്ചൊടിച്ച് വളച്ചെടുക്കാൻ വേണ്ടിയിട്ട് നീ കാണിക്കുന്ന വെറും പൊറാട്ട് നാടകമാണ്, അല്ലാണ്ട് ഒരു തേങ്ങയില്ല. ഞാൻ വീഡിയോ ഒന്ന് കാണിച്ചു തരാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പായ്ക്കും അമ്മയ്ക്കും സുഖമില്ല, ഞാനാണ് വീട് നോക്കുന്നത്, എനിക്ക് നോക്കിയേ പറ്റത്തുള്ളൂ, എനിക്ക് എന്റെ മക്കളെ പട്ടിണിക്കിടാൻ പറ്റത്തില്ല. ഒന്നാമത്തെ കാര്യം, ഒരു ഭർത്താവ് മരിച്ചെന്ന് പറഞ്ഞ് എന്താ പറയാ, ജീവിതം വഴിമുട്ടി നിന്നപ്പം ഒരു എന്തോ ഒരു ഭാഗ്യം പോലെ ചെറിയ ചെറിയ ആൽബങ്ങളും ചെറിയ കാര്യങ്ങളും നാടകവും നിങ്ങൾക്കറിയാലോ, അങ്ങനെ വന്നതാണ് ഞാൻ. അയ്യോ ആണോണ്ടാ, അങ്ങനെയാണോ രേണു വന്നത്? ഇത് കാണുമ്പോ ഒരുപാട് പേര് സഹതാപം വീഴും. അയ്യോ പാവ അവള് കരയുന്നുണ്ടെന്ന്. എന്നെ തെറി വിളിക്കും, എനിക്കറിയാം എന്നെ തെറി വിളിക്കും.
ഞാൻ ഈ ഒരു ഇമോഷൻ വീഡിയോ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ പറയുമ്പോൾ എന്നെ തെറി വിളിക്കും. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ സുധി എന്ന് പറയുന്നവൻ ഇങ്ങനെ ചത്തത് നന്നായി, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയൊന്നും ആകാൻ പറ്റത്തില്ല. അവൻ വെള്ളമടിച്ച് കരളും കൂമ്പും പോയി ചത്തിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെയൊന്നും ആവാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഒരു മോളാണ്. അതാണ് രേണു. എന്റെ പൊന്നടാവേ. എന്നിട്ട് ഇപ്പൊ വന്നിട്ട് തള്ളുന്ന തള്ളൽ കണ്ട. ഭർത്താവ് മരിച്ചുപോയ ഒരു വിധവയാണ് ഞാൻ. ഇവിടെ ഒരുപാട് സ്ത്രീകളുടെ ഭർത്താക്കന്മാർ മരിച്ചു പോയിട്ടുണ്ട്. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്വന്തം കാമുകൻ ഇട്ടിട്ട് പോയി, മരിച്ചൊന്നുമില്ല. മക്കളെ കൊണ്ട് പെരുവഴിയിൽ ഇറങ്ങി തെണ്ടി ജീവിക്കേണ്ട അവസ്ഥ വന്ന ഒരു സ്ത്രീയുടെ കേസ്. അവരെ പോലെയൊക്കെ ഉള്ളവർ സപ്പോർട്ട് ചെയ്താൽ വീണ്ടും കുഴപ്പമില്ല കേട്ടോ. പക്ഷേ നിങ്ങളെപ്പോലുള്ളതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. നിങ്ങൾ എന്ത് തേങ്ങയെ കാണിക്കുന്നത്? വന്നിരുന്ന് നിങ്ങൾ കരയുകയാണ്. എൻ്റെ അച്ഛന് വയ്യ, അമ്മയ്ക്ക് വയ്യ, അവർക്കൊന്നും ജോലിക്ക് പറ്റാൻ പോകില്ല, ഞാനാണ് കുടുംബം നോക്കുന്നത്, എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. ഈ സാധനം, ഈ സെന്റിമെന്റൽ സാധനം എടുത്തിടുമ്പോൾ ഇതിൽ വീഴുന്ന ഒരുപാട് വിഡ്ഢികളുണ്ട്. അതായത് മക്കൾക്ക് വേണ്ടിയിട്ട്. ഇത് പണ്ടേ ഇവള് പറഞ്ഞു പറ്റിച്ചാണ് നാട്ടുകാരെ മൊത്തം മൂഞ്ചിച്ച് ഇവളെ സഹായിച്ചവരുടെ അടുത്തെല്ലാം നന്ദികേടും കാണിച്ചത്. അത് മറക്കരുത് കേട്ടാ. ഇതിന്റെ അടിയിൽ ഇനി അങ്ങ് മുങ്ങിപ്പോവും. കുറെ സഹതാപം കൊണ്ടിടും. പഴയതുപോലെ അങ്ങോട്ടൊരു ഹൈപ്പ് കിട്ടുന്നില്ല. പൂര തെറിവിളിയായി. നാട്ടുകാർ മൊത്തം എടുത്തിട്ട് പൊങ്കാലിട്ട് പച്ച തെറിയുള്ള കമന്റ് ബോക്സുകളിൽ വിളിക്കുന്നത്. അതുകൊണ്ട് മുത്തുമണിക്ക് അങ്ങോട്ട് പൊട്ടിയപ്പോൾ ഇനി ഒന്നൊന്ന് സഹതാപമായിട്ട് അങ്ങോട്ട് വെളുപ്പിക്കണം. അത് അങ്ങനെയാണല്ലോ. ഇനി എന്തെങ്കിലും കുറച്ച് മക്കളെ പറ്റിയിട്ട് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ നോക്കിക്കോ, ഋതപ്പനെയൊക്കെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് 2 കരച്ചിലും വീഴ്ചയിലും 2 വീഡിയോ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. അത് കാണുമ്പോൾ ജനങ്ങളെ മനസ്സ് വീണ്ടും അങ്ങോട്ട് അലിയും. നിങ്ങൾ എഴുതി വെച്ചോ, അവൾ ആ പരിപാടിയാണ് അടുത്ത് പ്ലാൻ ചെയ്യുന്നത്. ചിലപ്പോൾ ഞാനിത് പറയുന്നതുകൊണ്ട് ആ പ്ലാൻ അങ്ങോട്ട് ഡ്രോപ്പ് ഔട്ട് ചെയ്താലേ ഉള്ളൂ. അല്ലെങ്കിൽ അവൾ ആ മക്കളെയും കൊണ്ടുവന്ന്, കൊച്ചിനെയും കൊണ്ടുവന്ന്, അച്ഛനെയും അമ്മയൊക്കെ കൊണ്ടുവന്നിരുത്തിയിട്ട് സഹതാപത്തിന്റെ പേരിൽ വീണ്ടും വീഡിയോ ഇറക്കും. നിങ്ങൾ നോക്കിക്കോ. ഇതിപ്പോൾ അവളെ സ്റ്റാർട്ടിങ് മാത്രമാണ്. സഹതാപത്തിന്റെ പേരിലുള്ള സ്റ്റാർട്ടിങ് ആണ് ഈ സാധനം ഇട്ട് കൊടുക്കുന്നത്. ഇനിയിപ്പം ഇതിന്റെ പിന്നാലെ ഓരോന്നായിട്ട് വരും. എന്നെ തെറി വിളിക്കും, എനിക്കറിയാം. എന്നാലും കുഴപ്പമില്ല, ഞാൻ പറഞ്ഞിട്ടേ പോകത്തുള്ളൂ. നിങ്ങൾ ആ വീഡിയോ ഒന്നുകൂടി കാണും. പപ്പായ്ക്ക് നമുക്ക് സുഖമില്ല, ഞാനാണ് വീട് നോക്കുന്നത്. എനിക്ക് നോക്കിയേ പറ്റത്തുള്ളൂ. എനിക്ക് എന്റെ മക്കളെ പട്ടിണിക്കാൻ പറ്റത്തില്ല. ഒന്നാമത്തെ കാര്യം. ഒരു ഭർത്താവ് മരിച്ചെന്ന് പറഞ്ഞ് എന്താ പറയാ, ജീവിതം വഴിമുട്ടി നിന്നിട്ടും ഒരു എന്തോ ഒരു ഭാഗ്യം പോലെ ചെറിയ ആൽബങ്ങളും ചെറിയ കാര്യങ്ങളും നാടകവും നിങ്ങൾക്കറിയാലോ. അങ്ങനെ വന്നതാണ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഭർത്താവ് മരിച്ചു പോയി, മക്കളെ വളർത്തണം, എനിക്കെന്റെ മക്കളെ വളർത്താൻ വേറെ വഴിയില്ല എന്നുള്ള രീതിയിലാണല്ലോ സംസാരിക്കുന്നത്. ഇവിടെ 10 ബിരിയാണി ഡെയിലി ഉണ്ടാക്കി റോഡിൽ കൊണ്ടുവച്ച് വിറ്റാലും കിട്ടും 1000 രൂപ. മനസ്സിലായ രേണുവിന്? അതില് ലാഭം പോയിട്ട് മീൻസ് ചെലവ് പോയിട്ട് ലാഭം ഒരു 500 രൂപയെങ്കിലും കിട്ടും. 10 ബിരിയാണി അല്ല, ഒരു 20 ബിരിയാണി അങ്ങോട്ട് വിൽക്കണം കേട്ടാ. അങ്ങനെ ജീവിക്കുന്ന സ്ത്രീകളുമുണ്ട്. ഭർത്താവ് ഇട്ടിട്ട് പോയതും ഭർത്താവ് മരിച്ചതും തിരിഞ്ഞു നോക്കാൻ ഒരു പട്ടിക്കുഞ്ഞു പോലും ഇല്ലാതെ, കയറിക്കിടക്കാൻ ഒരിടം വീട് പോലും ഇല്ലാണ്ട് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. ഈ ലോകത്ത് ആദ്യത്തെ വിധവയൊന്നുമില്ല നീ കേട്ടാ. പറയുന്ന കേട്ട് കഴിഞ്ഞാൽ ലോകത്തിൽ ആദ്യത്തെ വിധവ രേണുസുതി. ഈ സെറ്റപ്പിലാണ് സംസാരം. നാണമില്ല ഇങ്ങനെ ജനങ്ങളുടെ കണ്ണിൽ വീണ്ടും പൊടിയിട്ട് സഹതാപത്തിന്റെ സാധനം കൊണ്ടിട്ട് അടിച്ച് വീണ്ടും കയറി വരാൻ. ഇത് കണ്ടിട്ട് വീഴുന്ന കുറെ വിഡ്ഢികൾ കാണും, നിന്നെ അന്ധമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരാളുടെ കണ്ണുനീര് കണ്ട് വീഴുന്ന കുറെ അന്തങ്ങൾ ഇതിന്റെ ഇടയിൽ കാണും. ഉള്ള കാര്യം പറയാം. അയ്യോ, എനിക്കിത് കണ്ടപ്പോൾ ചൊറിഞ്ഞു വന്നു. ഇവളെ ആരാ എന്താന്ന് വളരെ വ്യക്തമായിട്ട് എനിക്കറിയാം. നീ പരിപാടി വെച്ച് നിർത്ത്. നീ അഭിനയിക്കണ എന്താ കോപ്പില പരിപാടിയാണെന്ന് ചെയ്യും. പക്ഷെ ഇമ്മാതിരി നാടകം വന്ന് സമൂഹ മാധ്യമങ്ങളിൽ തുപ്പാൻ നിൽക്കരുത്. വലിച്ചു കയറി ഒട്ടിക്കേണ്ട സിറ്റുവേഷൻ ഉണ്ടാകും. ഞാൻ 2 ദിവസം കൊണ്ട് നിന്റെ വീഡിയോ ചെയ്താലും ഇതൊക്കെ എടുത്ത് വെച്ച് കോമഡി രീതിയിലാണ് ഞാൻ പറഞ്ഞിട്ട് പോകുന്നത്. പക്ഷെ ഇത് സീരിയസ് ആയിട്ട് സംസാരിക്കുന്നതിന്റെ റീസൺ, നീ ഈ പറയുന്ന ഈ കാര്യങ്ങൾ ഇത് നിന്റെ അഭിനയമാണെന്ന് ആരെക്കാളും നന്നായിട്ട് എനിക്കറിയാം കേട്ടാ. അതുകൊണ്ട് എനിക്കത് പറയാതെ പോയി കഴിഞ്ഞാൽ എനിക്ക് ഉറക്കം കിട്ടൂല. ഇനി ഞാൻ വേറൊരു വീഡിയോ കൊടുക്കാം. അയ്യോ, ഉരുൾച്ച കണ്ടു കഴിഞ്ഞാൽ അയ്യോ അമ്മ അതൊരു ഉരുൾച്ച നോക്കാം. സുചേട്ടൻ മരിച്ച വർഷം പോലെ രേണുവിന് ഓർമ്മയില്ല എന്നൊക്കെ പറഞ്ഞു. ഓൺലൈൻ നമ്മുടെ നല്ല കാര്യങ്ങളല്ലേ വർഷങ്ങൾ ഓർക്കുന്നത്. നമ്മുടെ ദുരന്തം നടന്ന വർഷങ്ങളൊന്നും നമ്മൾ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത വർഷങ്ങൾ നമ്മൾ ഓർക്കാറില്ല. അത്രയേ ഉള്ളൂ. അതിനുള്ള ഉത്തരം അതാണ്. എന്റെ വേണ്ടപ്പെട്ട ആള് മരിച്ച വർഷം ഞാൻ ഓർക്കുന്നില്ല. അത്രയേ ഉള്ളൂ. അതെനിക്ക് ഓർത്തെടുക്കാൻ വേണ്ടി ആ ദുരന്തം, അതായത് എന്റെ ലൈഫിലെ ഏറ്റവും കറുത്ത അധ്യായമാണ്. ആ കറുത്ത അധ്യായത്തെ പറ്റി ഞാൻ ഓർക്കാൻ ഇഷ്ടപ്പെടുന്നില്ല.
എടാ ഇത് സംഭവം എന്തെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ സുധി എന്ന് പറയുന്ന വ്യക്തി മരിച്ച വർഷം അങ്ങോട്ട് ചോദിച്ചപ്പോൾ ബബ്ബ കടന്ന് അടിച്ചിട്ട് 2026 എന്നുള്ള രീതിയിലാണ് നിന്നത്. ആ സെറ്റപ്പിൽ നിന്നുകൊണ്ട് അവിടെ നിന്ന ഓൺലൈൻ മീഡിയക്കാരെടുത്ത് വയ്ക്കുന്നു ഏത് വർഷമാണ് മരിച്ചത്, മറ്റേ വർഷം അല്ലേ എന്നുള്ള രീതിയിൽ 2022 എങ്ങാണ്ടാണെന്ന് തോന്നുന്നു രേണു പറയുന്നത്. ആ രീതിയിലൊരു അടി അടിക്കുന്നുണ്ട്. അന്ന് അവിടെ കിടന്ന് ഉരുണ്ട് മറിഞ്ഞ് കുളമായി. ഇപ്പൊ ഓൺലൈൻ മീഡിയക്കാർ അതേ ക്വസ്റ്റ്യൻ എടുത്ത് ചോദിച്ചപ്പോൾ പറയുന്നു എൻ്റെ ജീവിതത്തിലെ ദുഃഖങ്ങളായ നിമിഷങ്ങൾ ഞാൻ ഓർക്കാൻ താല്പര്യപ്പെടുന്നില്ല, എനിക്കത് ഓർക്കാൻ സാധിക്കില്ല, ഞാൻ അതുകൊണ്ട് അതൊന്നും ഓർക്കുന്നില്ല. എൻ്റെ സുനിയേട്ടൻ്റെ ചരമവാർഷികം ഡെത്ത് ആനിവേഴ്സറി മരിച്ച ദിവസം ഞാൻ ആഗ്രഹിക്കുന്നില്ല ഓർക്കാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തള്ളി അങ്ങോട്ട് മറിക്കുക, വിഴുന്നെടുത്ത് കിടന്ന് ഉരുളുക. നമ്പർ 1 ബെസ്റ്റ്. അങ്ങനെ ഇതെല്ലാം കേട്ട് ഇവളുടെ പല കോപ്രായങ്ങളും കണ്ട് ദാസേട്ടൻ കോളിക്കോടുമായിട്ടുള്ള പുതിയ ആൽബം എസ്മ കണക്കിനുള്ള തുണ്ട് പോലത്തെ ആൽബം അഭിനയിച്ച് ഇതിനെ തുടർന്ന് നാണം കെട്ട് നാറി നിൽക്കുന്ന സമയത്ത് ഇപ്പൊ കൊണ്ടൊരു സഹതാപ കരച്ചിൽ വീഡിയോ കിട്ടുകൊടുത്ത് നാട്ടുകാരുടെ കണ്ണി പൊടിയിടാനിട്ട്. ഇത് ഏതൊരുത്തരും കണ്ടാലും മനസ്സിലാകാം. എടാ നമ്മളെ കരച്ച് കുടിച്ചിട്ടിരിക്കുന്നതാണ് രേണു. നിന്റെ നാടകങ്ങളും ഉടായ്പകളും കണ്ടു കഴിഞ്ഞാൽ സൂപ്പറായിട്ട് മനസ്സിലാവും. ഉള്ള കാര്യം പറയാം. ഇനി വേറൊരു വീഡിയോ, മറ്റേ സീറ്റ് ബെൽറ്റ് വീഡിയോ ഓർമ്മയുണ്ട് നിങ്ങൾക്ക്? ബസ്സിലല്ല സ്വന്തം കാറിൽ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് മാല കാണിക്കുന്ന ഒരു വീഡിയോ, അതിന്റെ മറ്റൊരു വെർഷൻ പുതിയത് ഇറക്കിയിട്ടുണ്ട്. മഴയെ ഇല്ലാമൽ തേളി മണിയേ വളയേ കണയാ കൊണയേ കണയാണ തുണനെ സയ്യേ സയ്യേ ഇല്ലാമട്ടണി തണിയേ തണിയേ ഇളാട് നെർപ്പേ സിക്ക് മുക്കി നെർപ്പേ നെർപ്പേ നെക്ക് മുക്കി നിക്കർ നെർപ്പേ സിക്ക് നിക്കർ മുക്കർ പറപ്പേ. തീർന്നല്ലേ, നന്നായി തീർന്നത്. അല്ല ഞാൻ ഇതിനുമ്പ് തീർത്തേനെ. അപ്പൊ പുതിയ വിവാദ വീഡിയോ കണ്ടല്ലോ, സീറ്റ് ബെൽറ്റ് ഒക്കെ മാന്യായിട്ടിട്ട് മര്യാദയ്ക്ക് ഇരുന്ന് മര്യാദയ്ക്ക് മാലയൊക്കെ കാണിച്ച് പോവാനൊക്കെ അറിയാം. ഇതിന് ടൈറ്റിൽ കൊടുത്തിട്ടുള്ളത് ഞാനൊന്ന് വായിച്ചു തരാം. എഗൈൻ വിത്ത് വിവാദ സീറ്റ് ബെൽറ്റ്. അയ്യോ എന്തൊറ്റി എഗൈൻ വിത്ത് വിവാദ സീറ്റ് ബെൽറ്റ്. അതിന്റെ താഴെ പൂരത്തെറിവിളി. ഒരു കമന്റ് ഒന്ന് വായിക്കാം. ഇവൾ തന്നെ ഓരോന്നുണ്ടാക്കി വിടുന്നു, നാട്ടുകാർ തള്ളയ്ക്ക് വിളിക്കുന്നു, ഇതും പറഞ്ഞ് അവൾ പിന്നെയും വരുന്നു, വീണ്ടും തള്ളയ്ക്ക് വിളി കേൾക്കുന്നു, ഇത് തന്നെ റിപ്പീറ്റ്, വന്താ പോണ റിപ്പീറ്റ്, വന്താ പോണ റിപ്പീറ്റ്, വന്താ പോണ റിപ്പീറ്റ്. സത്യമാണ്. അങ്ങനെ ഇങ്ങനെ പല വീഡിയോസിന് താഴെ തള്ളയ്ക്ക് വിളിയുടെ പൂരമായപ്പോൾ നൈസായിട്ട് ഒരു സങ്കട സാധനം, ഒരു സെന്റിമെന്റ് സാധനം, മക്കളെ പേരും പറഞ്ഞുകൊണ്ടുള്ള ഒരു പൊറാട്ട് നാടകം അവളെ കൊണ്ട് വീണ്ടും ഇട്ട്. ഇത് കണ്ട് വിശ്വസിക്കുന്ന കുറെ വിഡ്ഢികൾ കാണും, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല, കുറെ പോങ്ങന്മാരെന്നേ പറയത്തുള്ളൂ ഞാൻ. ഇനി സ്മൃതി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഇവളുടെ ഈ വിവാദ സീറ്റ് ബെൽറ്റ് വിഷയവുമായി ബന്ധപ്പെട്ട് ഡ്രസ്സിങ്ങിന്റെ ഒരു കേസുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റേ അവന്മാരായിട്ട്. ഇനി സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സ്ത്രീകൾ പറയുന്നതിനെ നമുക്കൊന്ന് കേട്ടു നോക്കാം. നേരെ ക്യാമറ പിടിച്ച് നമ്മളുടെ പലതും കണ്ടില്ല എന്നുണ്ടെങ്കിൽ ചരിയുന്നു, തിരിയുന്നു, അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് റീൽ എടുക്കുകയും വീഡിയോസ് ചെയ്യുകയും ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ആ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങി വരുന്ന പുതിയതായിട്ട് ഇറങ്ങി വരുന്ന ഒരു താരത്തെയും കൂടി ഞാൻ കാണിച്ചു തരാം. കണ്ടല്ലോ ആരാണെന്നുള്ളത്? രേണുസുധിയും ഇപ്പൊ ഇതേ പാതയിലൂടെയാണ് പൊക്കോണ്ടിരിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ എക്സ്പോസ് ചെയ്ത് വീഡിയോസ് ചെയ്യുന്ന സമയത്ത് ഇവരുടെ ഒരു വിചാരം ഇവരെല്ലാം എക്സ്പോസ് ചെയ്യും, പക്ഷെ ആൾക്കാരൊന്നും പറയാൻ വേണ്ടിയിട്ട് പാടില്ല. അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള സൗകര്യമാണ് വസ്ത്രം ധരിക്കുന്നത്. ഞങ്ങൾ എക്സ്പോസ് ചെയ്തോ എക്സ്പോസ് ചെയ്യാതെയോ വീഡിയോ ഇടും, നിങ്ങൾ ആരും ഒന്നും മിണ്ടരുത്. ഓക്കെ, നമ്മൾ ആരും ഒന്നും മിണ്ടത്തില്ല. പക്ഷേ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യം പേഴ്സണൽ ആയിട്ട് വെക്കുവാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് കയറി ഇടപെടാനോ സംസാരിക്കാനോ നമുക്ക് ആർക്കും അവകാശമില്ല. പക്ഷെ ഇവരെന്താണ് ചെയ്യുന്നത്? ഇവർ സോഷ്യൽ മീഡിയയിലേക്ക് ഇതൊക്കെ എടുത്ത് അപ്ലോഡ് ചെയ്യും. സോഷ്യൽ മീഡിയയിലേക്ക് ഇപ്പം നമ്മൾ ഫാഷനബിൾ ആയിട്ടുള്ള വസ്ത്രം ധരിക്കുന്ന ഒരുപാട് സ്ത്രീകളെ നമുക്കറിയാം. മോഡൽസ് ആയിട്ടുള്ള ആൾക്കാരും സിനിമാ നടിമാരെയും ഒക്കെ നമുക്കറിയാം. അവരുടെ ഒന്നും ഫീഡിൽ പോയിട്ട് അല്ലെങ്കിൽ അവരുടെ ഒന്നും കമന്റ് സെക്ഷനിൽ പോയിട്ട് ഇത്രയ്ക്കൊന്നും ആരും നെഗറ്റീവ് കമന്റ് ഇടാറില്ല. കാരണം നമുക്കറിയാം അത് അവരുടെ പ്രൊഫഷനാണ്, അവരുടെ പാഷനാണ്, അതിനനുസരിച്ച് അവർ ചെയ്യുന്നു. അവർ കാണിക്കാൻ വേണ്ടിയിട്ടല്ല, അവരുടെ നോർമൽ ആയിട്ടുള്ള ബിഹേവിയറിൽ അവർ അങ്ങനെ വസ്ത്രം ധരിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ഒരു വികൃതമായിട്ടുള്ള കോമാളിത്തരങ്ങൾ കാണിക്കുന്ന സമയത്ത് നമ്മൾ പോയി കമന്റ്സുകൾ ഇടും. നെഗറ്റീവ് ആയിട്ടുള്ള കമന്റ്സുകൾ ഉറപ്പായിട്ടും വരും. അപ്പം ഇങ്ങനെ വന്ന് പറയരുത്, എന്നെ എന്തിനാണ് നെഗറ്റീവ് പറയുന്നത്, ഞാൻ എന്റെ പേഴ്സണൽ ആയിട്ടുള്ള സ്വാതന്ത്ര്യമല്ലേ കാണിച്ചത്. പേഴ്സണൽ ആയിട്ടുള്ള സ്വാതന്ത്ര്യം പേഴ്സണൽ ആയിട്ട് വെക്കണം. അല്ലാതെ ആൾക്കാർ മനഃപൂർവ്വം കാണട്ടെ, അങ്ങനെയാണെങ്കിൽ മനഃപൂർവ്വം കാണാൻ വേണ്ടി ആ രീതിയിൽ വസ്ത്രം ധരിച്ചു വരിക. കാണിക്കാൻ വേണ്ടി ഇത് മാറ്റുന്നു, സീറ്റ് ബെൽറ്റ് മാറ്റുന്നു, അല്ലെന്നുണ്ടെങ്കിൽ നേരായിട്ട് കിടന്നേക്കുന്ന സാരിയെ മാറ്റി കാണിക്കുന്നു, സാരി താഴ്ത്തി കാണിക്കുന്നു,
എന്തൊക്കെ കോപ്രായങ്ങളാണ് കാണിച്ചു കൂട്ടുന്നത്. അന്നാരാജൻ എന്ന് പറയുന്ന വ്യക്തി അതേപോലെ വസ്ത്രം ധരിക്കുന്ന കുറെ ആൾക്കാരെ നമുക്ക് കാണാം. ഒരു ഉദ്ഘാടനത്തിന് പോകുമ്പോൾ നേരായിട്ടാണ് സാരി കിടക്കുന്നുണ്ടെങ്കിൽ സാരി താഴ്ത്തി അങ്ങ് കാണിക്കുകയാണ്. അതെന്നുണ്ടെങ്കിൽ ഏത് വസ്ത്രമാണോ നേരെ കിടക്കുന്നത് ആ വസ്ത്രം താഴ്ത്തി കാണിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ആൾക്കാർ ക്യാമറ പിടിച്ചെടുത്തോണ്ട് പൊക്കോട്ടെ. ആ വീഡിയോസ് ഒക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുവാണ്. ഇതൊക്കെ ചെറിയ പിള്ളേർ എത്ര പേര് കാണുന്നുണ്ട്? അവരുടെ മൈൻഡ് സെറ്റിനെ ഇതൊക്കെ ഏത് രീതിയിൽ അഫക്റ്റ് ചെയ്യും? ഇതൊന്നും ആരും ചിന്തിക്കുന്നില്ല. ഒരു കോളേജിൽ പോകുമ്പോഴാട്ടെ, സ്കൂളിൽ പോകുമ്പോഴാട്ടെ, ഇപ്പൊ ഒരു മരണ വീട്ടിൽ പോയാലും അവിടെയൊക്കെ പോകുമ്പോൾ നമ്മൾ ധരിക്കേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ കീപ്പ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. ആ മോഡസ്റ്റി അനുസരിച്ച് വേണം അവിടെയൊക്കെ പോകാൻ. ഒരു ആരാധനാലയത്തിൽ പോകുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വസ്ത്രം ധരിക്കുക. ഉദ്ഘാടനത്തിന് പോകുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വസ്ത്രം ധരിക്കുക. ഒരു സ്കൂളിൽ പോകുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വസ്ത്രം ധരിക്കുക. സ്കൂളിൽ ഉദ്ഘാടനത്തിന് പോകുമ്പോൾ മാറുടെ മുഴുവൻ കാണിക്കത്തക്ക രീതിയിലുള്ള വസ്ത്രം ധരിച്ചിട്ടാണോ സ്കൂളിൽ ഉദ്ഘാടനത്തിന് പോകേണ്ടത് അല്ലെങ്കിൽ കോളേജിൽ ഉദ്ഘാടനത്തിന് പോകേണ്ടത്? അമ്പലത്തിൽ പോകുമ്പോൾ മാറുടെ മുഴുവൻ കാണിച്ചിട്ടുള്ള രീതിയിലാണോ അമ്പലത്തിൽ പോയി പൂജ ചെയ്യേണ്ടത്? അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് വേണ്ടി വിളിക്കുമ്പോൾ അങ്ങനെയാണോ ചെയ്യേണ്ടത്? അല്ല. അപ്പൊ സാഹചര്യത്തിനനുസരിച്ചൊരു വസ്ത്രം ധരിക്കാൻ നമ്മൾ പഠിക്കുക. ഇപ്പൊ ഫിലിം സ്റ്റാർസിനെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. സിനിമയിൽ അവർ പല രീതിയിലുള്ള വേഷങ്ങളും ധരിക്കുമായിരിക്കാം. പക്ഷെ അവരെ ഒരു ഉദ്ഘാടനത്തിന് വിളിക്കുകയോ അല്ലെങ്കിൽ അവരൊരു അമ്പലത്തിൽ വരികയോ ചെയ്യുമ്പോൾ അവർ അതിനനുസരിച്ചിട്ടുള്ള വസ്ത്രമാണ് ധരിക്കുന്നത്. ആ ഒരു ഏരിയയുടെ മാന്യത കീപ്പ് ചെയ്തിട്ടുള്ള വസ്ത്രമാണ് അവർ ധരിക്കുന്നത്. പക്ഷെ ഇത്തരക്കാര് അങ്ങനെ ചെയ്യുന്നില്ല. സോഷ്യൽ മീഡിയയിലൂടെ ഇതുപോലെ കാണിച്ചുയർന്നു വരുന്ന ആൾക്കാര് അവർ സാഹചര്യം അനുസരിച്ചോ സന്ദർഭം അനുസരിച്ചിട്ടോ അല്ല വസ്ത്രം ധരിക്കുന്നത്. അവരുടെ ഉള്ളിൽ ഒരേ ഒരു ചിന്തയേ ഉള്ളൂ. എത്രയൊക്കെ കാണിക്കാൻ പറ്റുമോ അത്രയൊക്കെ കാണിക്കുക, അതിനനുസരിച്ച് ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കുക. ഇത് വളരെ മോശമായിട്ടുള്ള ഒരു പ്രവണതയാണ്. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വന്നു കഴിഞ്ഞാൽ പല ആൾക്കാരെയും ഇത് നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. സത്യമല്ലേ സ്മൃതി പറഞ്ഞിട്ടുള്ളത്? സത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് നെഗറ്റീവായിട്ട് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യും. പ്രത്യേകിച്ച് കുട്ടികളെയൊക്കെ വളരെയധികം ബാധിക്കും. ഇനി മറ്റുള്ള കുട്ടികളെ അടുത്ത് ഇവർക്കൊന്നും കൺസേൺ ഇല്ലെങ്കിലും സ്വന്തം മക്കൾ വളർന്നു വരുന്നുണ്ട്. ആ മക്കൾ ഇതെല്ലാം കാണുന്നുണ്ട്. സ്വന്തം അമ്മ ഇങ്ങനെയൊക്കെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കാണിക്കുന്നതും അതുപോലെ തന്നെ ഇങ്ങനത്തെ കോപ്രായങ്ങൾ കണ്ട് നാളെ ആ കുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയത്ത് അവിടെ നിന്നുള്ള കളിയാക്കലും പരിഹാസങ്ങളും ഏറ്റുവാങ്ങേണ്ട ഒരു അവസ്ഥ. ഇങ്ങനെയുള്ളവരൊന്നും സത്യം പറഞ്ഞാൽ കുടുംബജീവിതം നയിക്കരുത്. അല്ലെങ്കിൽ മക്കളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തവരായിരിക്കണം. നിങ്ങൾ അഴിഞ്ഞാടി നടക്കുമ്പോൾ നിങ്ങളുടെ അഴിഞ്ഞാട്ടം കാരണം ആ മക്കളുടെ ലൈഫിനെ ബാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു നല്ല പാരന്റ് അല്ല. അതേ ഞാൻ പറയത്തുള്ളൂ. നിങ്ങളിപ്പോൾ പറയും ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മരിക്കാൻ വരാൻ തയ്യാറാണെന്നുള്ള സെറ്റപ്പ്. ജീവിക്കാൻ വേണ്ടിയിട്ട് സ്ത്രീകൾ ചെയ്യുന്നത് ഇമാതിരി കോപ്രായങ്ങളും പേക്കൂത്തുകളുമല്ല. ജീവിക്കാൻ വേണ്ടിയിട്ട് പണിയെടുക്കും. ലോട്ടറി വിറ്റാലും ജീവിക്കുന്നവരുണ്ടല്ലോ അവിടെ. അതുകൊണ്ട് ജീവിക്കാൻ വേണ്ടിയാണ് ഞാൻ മരിക്കാനും തയ്യാറാണെന്ന് പറയരുത്. അങ്ങനെ ജീവിക്കാൻ വേണ്ടി ആയിരുന്നു നിനക്ക് താല്പര്യമെങ്കിൽ ഫ്ലവേഴ്സ് ചാനൽ ജോലി ഓഫർ ചെയ്തപ്പോൾ ആ ജോലി അക്സെപ്റ്റ് ചെയ്യുമായിരുന്നു. പക്ഷെ അതല്ല. രേണു സുധി എന്ന് പറയുന്ന വ്യക്തിയുടെ ലക്ഷ്യം അതല്ലായിരുന്നു. ജീവിക്കുക എന്നതല്ല. മക്കൾക്ക് വേണ്ടിയിട്ട് സ്വന്തം കുടുംബത്തിന് വേണ്ടിയിട്ട് ജീവിക്കുക എന്നതല്ല രേണു സുധി എന്ന് പറയുന്ന ഒരാളുടെ ലക്ഷ്യം. അതുകൊണ്ട് നീ കാണിക്കുന്ന പേക്കൂത്തുകളും കോപ്രായങ്ങളും എൻ്റെ മക്കൾക്ക് എൻ്റെ അപ്പനും അമ്മയ്ക്കും വേണ്ടിയിട്ടാണെന്ന് നീ പറഞ്ഞു തുപ്പുമ്പോൾ അത് വെറും തോന്നിവാസമാണ്, വെറും ബ്ലണ്ടറാണ് നീ വിളിച്ചു പറയുന്നതെന്നേ ഞാൻ പറയത്തുള്ളൂ. കേട്ടാ, അത് ചിന്തിക്കും. ഫ്ലവേഴ്സ് ചാനൽ ജോലി ഓഫർ ചെയ്തിട്ട് അത് വേണ്ട എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് രേണു സുധി. എന്നിട്ട് വന്നിട്ട് കോപ്പിലെ വീഡിയോകളും ചെയ്തു, കോപ്പിലെ ആൽബം, കോപ്പിലെ മറ്റേ ഷോർട്ട് ഫിലിമും ചെയ്ത് നടന്നിട്ട് തോന്നിവാസങ്ങൾ കാട്ടിക്കൂട്ടിയിട്ട് ഇപ്പൊ എന്താ പറയുന്നത്? എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണെന്ന്. നാളെ അതേ മക്കൾ തന്നെ നിന്നെ കാറിത്തുപ്പുന്ന ഒരു അവസ്ഥ നിനക്കുണ്ടാകും. അത് കിച്ചുവായാലും ഋതപ്പനായാലും നിന്നെ കാറിത്തുപ്പുന്ന ഒരവസ്ഥ ഉണ്ടാകും. അത് പ്രത്യേകിച്ച് കിച്ചു അത് രീതിയിലാണ് നിന്നെയൊക്കെ കാണുന്നത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ഒരു കാലത്ത് നീ ഇതിനെല്ലാം റിഗ്രറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നേണു. ഈ കാട്ടിക്കൂട്ടിയ പേക്കൂത്തുകളും കയ്യിൽ കുറച്ച് കിട്ടിയ പൈസയും മാത്രമല്ല നിന്റെ ജീവിതം എന്ന് നീ തിരിച്ചറിയും. അന്ന് നീ റിഗ്രറ്റ് ചെയ്യും. പക്ഷെ ചുറ്റും ഒന്നും കാണത്തില്ല എന്നത് മാത്രമാണ് വാസ്തവം. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ പറയുന്നത് തെറ്റാണെന്ന് ചിലപ്പോൾ ചിലവർക്കെങ്കിലും തോന്നും. നിനക്കെന്താണ് അവരെങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ, ജീവിക്കലെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്, എൻ്റെ അപ്പന് വയ്യാത്തതാണ്, എൻ്റെ അപ്പന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ തൊലഞ്ഞ് നടക്കുന്നതെന്ന് വന്ന് പറഞ്ഞ് തുപ്പരുത്. കാരണം മക്കളെയും അപ്പനെ അമ്മയൊക്കെ ഒറ്റയ്ക്ക് പോറ്റുന്ന ഓരോ സ്ത്രീകളുണ്ട്. സ്വന്തം കുടുംബത്തിന് വേണ്ടിയിട്ട് ചോര നീരാക്കി പണിയെടുത്ത് ജീവിക്കുന്ന, അന്തസ്സായ പണിയെടുത്ത് ജീവിക്കുന്ന സ്ത്രീകളുണ്ട്. അവരെയും കൂടി ഒരുമാതിരി ആക്കുന്ന രീതിയിലുള്ള പരിപാടി പറയരുത്. മക്കൾക്ക് വേണ്ടിയിട്ടാണ്. മക്കൾക്ക് വേണ്ടിയിട്ട് തോന്നിവാസം കാണിച്ചോ അല്ലെങ്കിൽ തോന്നിവാസം കൊണച്ചോ അല്ല ജീവിക്കേണ്ടത്. മക്കൾക്ക് വേണ്ടിയിട്ട് അന്തസ്സായിട്ട് പണിയെടുത്ത് ജീവിക്കുന്ന സ്ത്രീകളുണ്ട്. കേട്ടാ, അതുകൊണ്ട് മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ നടക്കുന്നത് എന്ന് പറയുന്നതിനേക്കാളും നല്ലത് നീയൊക്കെ പോയി കമന്നിരുന്ന് ഹപ്പിയിട്. ഇത് മറ്റേ ദുബായ് വിജിയില്ലേ, ആ ടീം പറഞ്ഞതുപോലെയാണ്.
ഞാൻ മറ്റേ അഴിഞ്ഞാടി നടന്ന് ഞാൻ മറ്റേ പരിപാടിയും ചെയ്ത് നടക്കും എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട്. എന്തിന് ഇങ്ങനെ നശിച്ച പൈസ ഉണ്ടാക്കിയിട്ട് കുടുംബത്തിൻ്റെ അണ്ണാക്കി തിരികെ കൊടുത്തിട്ട് എന്നാ ഗീരവത്ത് ഉണ്ടാക്കാനാ? സമൂഹത്തിൽ നിനക്കൊക്കെ എന്നാ നിലയും വിലയുണ്ട്? കുറേ അമ്മമാർ പ്ലക്കാൻ വേണ്ടിയിട്ട് വരും, അല്ലാണ്ട് ഒന്നുമില്ല. അതുപോലെ തന്നെയാണ്. അതുകൊണ്ട് എന്ത് കോപ്രായം തോന്നിയ ദിവസം കാണിച്ച് പൈസ ഉണ്ടാക്കിയിട്ട് അവസാനം അതിൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് നീ പറയുമ്പോൾ നാളെ അതേ മക്കൾ തന്നെ നിന്നെ തിരിഞ്ഞ് കാറ് തുപ്പുന്ന ഒരവസ്ഥ രേണുവിനുണ്ടാവും. എഴുതി വെച്ചോ. അധിക നാളൊന്നും വേണ്ട. ആ കൊച്ചു പയ്യൻ മറ്റവൻ തഴഞ്ഞിട്ടിട്ട് അവൻ്റെ പാടം നോക്കിപ്പോയി. അടുത്തൊരു കൊച്ചു പയ്യൻ വളർന്നു വരുന്നുണ്ട്. അവൻ കാറ് തുപ്പുന്നതാണ് രേണു അടുത്ത് കാണാൻ പോകുന്നത്. അധികമൊന്നും വെയിറ്റ് ചെയ്യേണ്ട, അവൻ്റെ വളർച്ചയുടെ ആ ഒരു ടൈം മാത്രം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താക്കാൻ പുതിയൊരു വീഡിയോ ഇടണം. ബൈ.